സാധാരണ നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇത്തരത്തിലുള്ള കവറുകൾ എന്താ ചെയ്യുക? കളയാറാണ് പതിവല്ലേ? പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഈ കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ ഒരുപാട് ടിപ്പുകൾ ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എണ്ണ വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കവറുകൾ വെറുതെ കളയുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. അവസാനം ഞാൻ ഈ ഒരു കവർ ഉപയോഗിച്ചിട്ടുള്ള കിടിലൻ ടിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പാഴായി കളയുന്ന കവർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാവുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെയുള്ള മരത്തിൻ്റെ തവികൾ കാണാറുണ്ടല്ലേ? കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൽ പൂപ്പൽ വരാറുണ്ട്, പ്രത്യേകിച്ച് മഴ സമയത്തും തണുപ്പ് കാലങ്ങളിൽ. അപ്പം നമ്മൾ മിക്കപ്പോഴും ഈ ഒരു തവി ഉപേക്ഷിക്കാറാണ് പതിവ്. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു വെക്കൂ. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള മരത്തവികൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാറില്ല. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു ഓയിൽ കവർ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനുള്ളിൽ അത്യാവശ്യം എണ്ണയുണ്ടാകും. ഈ എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മരത്തിൻ്റെ തവികൾ മയക്കിയെടുക്കുന്നത്. മയക്കിയെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് പൂപ്പലുള്ള തവികൾ ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അല്ലാത്ത തവികളൊക്കെ നമുക്ക് നല്ലതുപോലെ ഈ ഓയിൽ പാക്കറ്റിലുള്ള എണ്ണ ഉപയോഗിച്ചിട്ട് തടകി ഒന്ന് വെയിൽ കൊള്ളിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് പുതിയതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മരത്തവികൾ ഉപയോഗിക്കാനായിട്ട് കഴിയും. മാത്രവുമല്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാകുകയില്ല. അല്ലാണ്ട് നമ്മൾ വെറുതെ ഉപയോഗിച്ച് കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളിതെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് കറികളിലൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മരത്തിൻ്റെ തവികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ തടവി ഒന്ന് ഉണക്കിയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ തവികളൊക്കെ ഞാൻ നല്ലതുപോലെ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇതിപ്പം കണ്ടാൽ നല്ല പുതിയതുപോലെ തന്നെ ഇല്ലേ? ഇനി നിങ്ങളിത് സൂക്ഷിച്ചു വെക്കൂ. എത്ര കാലം കഴിഞ്ഞാലും പൂപ്പലോ മറ്റോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ആ ഒരു കവറിനുള്ളിൽ ഒരുപാട് എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെയിം കവർ ഉപയോഗിച്ച് തന്നെ അടുത്ത ടിപ്പ് ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റമാണ് മൺചട്ടി. പക്ഷേ ഇത് നമ്മൾ കുറച്ച് കാലം ഉപയോഗിക്കാണ്ടിരുന്നാൽ ഇതിലും പൂപ്പ് വരാറുണ്ട്, പ്രത്യേകിച്ചും മഴ സമയത്തും തണുപ്പ് കാലങ്ങളിലും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വെറുതെ കളയുന്ന എണ്ണയുടെ കവർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തടകി വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും പൂപ്പലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ മൺചട്ടി സീസണിങ് ചെയ്യുന്ന വീഡിയോയും മൺചട്ടി ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമൊക്കെ ഞാൻ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കണേ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ഓയിൽ കവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തത്. അപ്പം എന്തോരം എണ്ണയാണ് നമ്മൾ വെറുതെ കളയുന്നത് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ എല്ലാം വീട്ടിൽ കത്തികൾ ഉണ്ടാകാറുണ്ടല്ലേ? പ്രത്യേകിച്ചും ഇരുമ്പിൻ്റെ കത്തികളുടെയൊക്കെ തുരുമ്പ് പോക്കിയെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഓയിൽ പാക്കറ്റിലെ എണ്ണ മാത്രം മതിയാകും. അതുപോലെ തന്നെ ചക്കയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അരക്ക് പറ്റാണ്ടിരിക്കാനും വാഴക്കൂമ്പും വാഴക്കയുമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കറ പിടിക്കാതിരിക്കാനുമൊക്കെ നമ്മൾ എണ്ണ തടകിയെടുക്കാറുണ്ടല്ലേ? അതിന് നമുക്ക് ഈ ഇതുപോലെ വെറുതെ കളയുന്ന എണ്ണ പാക്കറ്റിലെ എണ്ണ മാത്രം മതിയാകും. കത്തി മാത്രമല്ല കേട്ടോ, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള സിസറൊക്കെ ചില സമയത്ത് വല്ലാണ്ട് സ്റ്റക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്ത് തുരുമ്പൊക്കെ വന്നിട്ട് അത് ഒഴിവാക്കാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു എണ്ണ ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് തടകി വെച്ചാൽ മാത്രം മതി.
ഇനി നമുക്ക് വെറുതെ കളയുന്ന ഈ എണ്ണ പാക്കറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചപ്പാത്തിയുടെ പലകയും ചപ്പാത്തി കോലുമൊക്കെ ഒന്ന് തടകി വെക്കുകയാണെങ്കിൽ പൂപ്പലും കാര്യങ്ങളും ഉണ്ടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. മാത്രമല്ല എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ചപ്പാത്തി പലകയൊക്കെ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാൻ മറക്കില്ലല്ലോ. ഇനി നമുക്ക് ഈ വെറുതെ കളയുന്ന കവർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഐറ്റമാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കട്ടിംഗ് പാഡ്. പ്രത്യേകിച്ചും തടിയുടെയൊക്കെ കട്ടിംഗ് പാഡ് ആണെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരും. കാരണം അതിലെപ്പോഴും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാകാറുണ്ടല്ലേ. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ വെറുതെ കളയുന്ന ഓയിൽ പാക്കറ്റ് ഉപയോഗിച്ച് ഒന്ന് തടകി വെക്കുകയാണെങ്കിൽ പൂപ്പലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഓയിൽ പാക്കറ്റിലെ എണ്ണ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ കിച്ചണിലെ മറ്റൊരു ഐറ്റമാണ് കാസ്റ്റ് അയണിൻ്റെ ഇത്തരത്തിലുള്ള പാത്രങ്ങൾ. ഇത് നമ്മൾ കുറച്ചു കാലം ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരാറുണ്ടല്ലേ. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കളയുന്ന ഓയിൽ പാക്കറ്റിനുള്ളിലെ എണ്ണ ഉപയോഗിച്ച് ഒന്ന് തടകി വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും തുരുമ്പോ മറ്റോ ഒന്നും ഉണ്ടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. മാത്രവുമല്ല ഒരു തുള്ളി എണ്ണ പോലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നോക്കിയാൽ നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ തന്നെ നല്ല പുതിയതുപോലെ തിളങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഓയിൽ പാക്കറ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഐറ്റമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ റിങ്ങുകളൊക്കെ. ഇത് കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുരുമ്പ് വരാറുണ്ടല്ലേ. അത് ഒഴിവാക്കാനായിട്ട് വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഇതുപോലെ വലിച്ചെറിയുന്ന ഓയിൽ പാക്കറ്റിനുള്ളിലെ എണ്ണ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ തുരുമ്പ് പോകുമെന്ന് മാത്രമല്ല വർഷങ്ങളോളം ഉപയോഗിച്ചാൽ നല്ല പുതുമയോടുകൂടി തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ഓയിൽ പാക്കറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ടിപ്പിലേക്ക് പോകാം. നമ്മളെല്ലാവരും വീട്ടിൽ പൂരി ആയാലും അരിപ്പത്തിരി ആയാലും തയ്യാറാക്കിയെടുക്കാറുണ്ടല്ലേ. അത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണത്. ഇതുപോലെ വെറുതെ കളയുന്ന ഓയിൽ പാക്കറ്റിനുള്ളിലേക്ക് പൂരിയുടെ ആയാലും പത്തിരിയുടെ ആയാലും ബോൾസ് വെച്ച് കൊടുത്ത് ഒരു പാത്രം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് പൂരി ആയാലും അരിപ്പത്തിരി ആയാലും തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് റെഡി ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ ഇനി മുതൽ നമുക്ക് പൂരി പ്രസിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതുപോലെ വെറുതെ കളയുന്ന ഓയിൽ പാക്കറ്റ് മാത്രം മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ട ടിപ്പെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുതേ. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കിടിലനായിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.